സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല നിറപ്പകിട്ടാർന്ന പൂക്കളും ഉൽപ്പാദിപ്പിക്കാൻ ഹൈറേഞ്ചിലെ മണ്ണിന് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അണക്കര സ്വദേശി ആലിക്കോട്ട് ആക്കിലേട്ട് ജോർജ് ജോസഫ് എന്ന കർഷകൻ. പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടുവളർത്തിയ 1500 ചുവട് ജമന്തി ചെടികളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് പൂത്തറിഞ്ഞു നിൽക്കുന്നത്. ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ പ്രാദേശികമായി തന്നെ പൂക്കൾ വിറ്റഴിക്കുവാനും സാധിക്കുന്നുണ്ട്. കേരളത്തിൽ ആവശ്യമായ പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുക മാത്രമല്ല, അവിടുത്തെ ഹെക്ടർ കണക്കിന് വരുന്ന സ്ഥലത്തെ പൂപ്പാടങ്ങൾ കണ്ട് ആസ്വദിക്കാനും ഇവിടെ നിന്നും ആളുകൾ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയിലും പൂക്കൾ നന്നായി വിളയും എന്നതിന്റെ തെളിവാണ് അണക്കര ആക്കിലിട്ട് ജോർജ് ജോസഫിന്റെ ജമന്തി തോട്ടം. പരീക്ഷണാടിസ്ഥാനത്തിൽ 1500 തൈകളാണ് ഇദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ചത്. അമ്മ മരിച്ചപ്പോൾ അവിടെ പൂ മേടിക്കാൻ ചെന്നപ്പോൾ പൂക്കാരൻ പറഞ്ഞു തൈ തരാം, ഇവിടെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ തോന്നൽ വന്നതാ, അങ്ങനെ എടുത്തതാ. ഇവിടെ കുറച്ച് വെച്ചേക്കാമെന്നെങ്കിൽ ഞാൻ 1500 തൈ മേടിച്ചു വെച്ചു. ഇതിന്റെ വിപണമൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ. പൂക്കടയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവർ എടുത്തോളാമെന്ന് പറഞ്ഞു. പൂക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുക്കാം. തമിഴ്നാട്ടിൽ രാവിലെ ചെന്നാൽ ഇപ്പോൾ രാവിലെ 11 മണിക്ക് മുമ്പ് ചെന്നാൽ അവിടെ പൂ എടുത്തോളും. പ്രാദേശികമായി വ്യാപാരികൾ പൂക്കൾ വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അധികമായി പൂക്കൾ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ എത്തിച്ചാലും വിപണനം നടത്താൻ കഴിയും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാണ് പുഷ്പകൃഷി വിജയകരമായി ആരംഭിച്ചത്. പാകമെത്തിയ പൂക്കളുടെ ആദ്യഘട്ടം വിളവെടുപ്പ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കുന്ന അല്ലെ പൂ ഒരു വിശേഷ വസ്തുവായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പൊതു ഫംഗ്ഷനുകളിലോ പൊതുപരിപാടികളിലോ ഒക്കെ പൂ ഒരു പ്രധാന ഘടകമായി, ഒരു അലങ്കാരത്തിന് പുതിയ ഘടകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രദേശത്ത് തന്നെ, അത് വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ആ കൃഷി ചെയ്യും. ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് തന്നെ വിപണനം ചെയ്യുന്ന സാഹചര്യം. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി, കൃഷി ഓഫീസർ പ്രിൻസി ജോസർ തുടങ്ങിയവർ പങ്കെടുത്തു. തരിശായി കിടക്കുന്ന കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തി പുഷ്പകൃഷി നടത്തുന്നതിന് കർഷകർക്ക് പ്രോത്സാഹനം നൽകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം.